السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا مولانا محمد في كل لمحة ونفس بعدد كل معلوم لك. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ നാം മനസ്സിലാക്കാൻ അവരാരാണെന്നുള്ളതിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്ക് നാം ഓർമ്മപ്പെടുത്തി. സ്വാലിഹീൻ എന്നാണ് ഉപയോഗിച്ചത്. എന്താണ് ഈ സ്വാലിഹീൻ എന്ന വാക്കിന്റെ താല്പര്യം? എന്താണ്? അത്തഹിയാത്തിൽ നമ്മൾ ചൊല്ലുന്നത് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ്. ഇബാദക സ്വാലിഹീൻ. സ്വാലിഹീൻ എന്നാണ് അള്ളാഹുവിന്റെ ഖുർആനും ഉപയോഗിച്ച വാക്ക്. നമ്മളവിടെ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല ആലിമീൻ എന്ന് ഉപയോഗിച്ചില്ല എന്ന്. ആലിം എന്ന വാക്ക് മറ്റു പല സ്ഥലങ്ങളിലും അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇൽമിനെയും ആലിമീങ്ങളെയും ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു തആല ആലിമീൻ ഇൽമിനെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, അവിടെ ഉപയോഗിച്ചത് സ്വാലിഹീൻ എന്ന വാക്കാണ്. സ്വലാഹിയത്താണ് ഇതിന്റെ അടിസ്ഥാനം. ഇദാ സ്വലുഹ സ്വലുഹൽ ജസദു കുല്ലു. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് മോശമായാലോ ശരീരം മുഴുവനും മോശമായി. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. ഹൃദയത്തിന്റെ സ്വലാഹിയത്ത്. ഈ സ്വലാഹിയത്ത്, സ്വാലിഹാവുക എന്ന് പറയുന്നത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. നമുക്ക് ഉളു എടുക്കണം എന്ന് വെച്ചാൽ, ഞാൻ ഉദാഹരണം പറയുകയാണ്. ഉളു എടുക്കാൻ നമുക്ക് എന്ത് വെള്ളമാണ് വേണ്ടത്? മാഉൻ തൊഹൂർ, തൊഹൂറായ വെള്ളം. തൊഹൂർ എന്ന വാക്കിന് അർത്ഥം എന്താണ്? തൊഹുറ, ശുദ്ധിയായി എന്നാണ്. തൊഹൂർ അങ്ങേയറ്റം ശുദ്ധിയായത് എന്നാണ്. അങ്ങേയറ്റം ശുദ്ധിയായത്. അങ്ങേയറ്റം ശുദ്ധിയായത് കൊണ്ടാണ് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതായത് മാറിയത്. അതുകൊണ്ട് തന്നെ തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയും. കുട്ടികൾ മുതലേ പഠിപ്പിക്കുന്നതാണ്. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളത്തിനാണ് മാഉൻ തൊഹൂർ എന്ന് പറയുക. എന്നാൽ തൊഹൂർ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങേയറ്റം ശുദ്ധിയുള്ളത് എന്നാണ്. ശുദ്ധിയുടെ പാരമ്യത, അങ്ങേയറ്റം ശുദ്ധി ഉണ്ടാവുമ്പോഴാണ് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതായി മാറുക. അതുകൊണ്ടാണ് തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളം. ഈ വെള്ളം കൊണ്ട് വേണം വുളു എടുക്കാൻ. പാല് നല്ലതല്ലേ? നല്ലതാണ്. കരിക്കിന്റെ വെള്ളം നല്ലതല്ലേ? നല്ലതാണ്, ശുദ്ധിയുള്ളതാണ്. പക്ഷെ വുളു എടുക്കാൻ പറ്റുമോ? പാല് കൊണ്ട് വുളു എടുത്താല്, കരിക്കിന്റെ വെള്ളം കൊണ്ട് വുളു എടുത്താല് വുളു ശരിയാകുമോ? ഇല്ല, വുളു ശരിയായില്ല. പാല് കുടിക്കാം, കരിക്കിന്റെ വെള്ളം കുടിക്കാം, പക്ഷെ വുളു എടുക്കണമെങ്കിൽ അത് മതിയാവുകയില്ല. മറിച്ച് തൊഹൂറായ വെള്ളം തന്നെ വേണം, പച്ചവെള്ളം വേണം. ഇപ്രകാരം തന്നെ നമ്മെ ശുദ്ധിയാക്കാൻ, നമ്മെ സംസ്കരിക്കാൻ, നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കാൻ ആര് വേണം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ ഹൃദയത്തിന്റെ ഉടമകളായിരിക്കണം അവർ. അതാണ് സ്വാലിഹീൻ എന്ന വാക്കിന്റെ വിവക്ഷ. സ്വാലിഹീൻ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളവരും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ, മറ്റുള്ളവരെ ശുദ്ധിയാക്കാൻ കഴിവുള്ളവരുമായ ആളുകൾ. അവരാണ് അമ്പിയാക്കന്മാർ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ. ഇതാണ് അവർക്കുള്ള ക്വാളിഫിക്കേഷൻ, മറ്റൊന്നുമല്ല. അമ്പിയാക്കന്മാരെല്ലാവരും സ്വയം ശുദ്ധിയുള്ളവരാണ്. ആ സ്വയം ശുദ്ധിയുള്ളവരായിരിക്കെ തന്നെ അവർ പരിപൂർണമായും സ്വയം ശുദ്ധിയുള്ളവരായതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ശുദ്ധിയാക്കാനും കഴിവുള്ളവരാണ്. അവരുടെ വാക്കുകൊണ്ട്, അവരുടെ പ്രവൃത്തി കൊണ്ട്, അവരുടെ സംസാരങ്ങൾ കൊണ്ട്, അവരുടെ ചിന്തകൾ കൊണ്ട്, അവരുടെ സ്വഭാവ വിശേഷണങ്ങൾ കൊണ്ട് അവർ മറ്റുള്ളവരിലേക്ക്
ശുദ്ധിയെ കൊടുക്കുന്നു, മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ അവർക്ക് സാധിക്കുന്നു. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ, ബിദിനിഹി, അള്ളാഹിന്റെ സമ്മതത്തോടുകൂടെ. ഇതാണ് അമ്പിയാക്കന്മാർ. ഇത് തന്നെയാണ് ഔലിയാക്കന്മാർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു പല അവസരങ്ങളിലും ഓർമ്മപ്പെടുത്തിയതുപോലെ അള്ളാഹുവിനെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്ന ആളുകൾ, അള്ളാഹുവിലേക്ക് നമ്മെ വഴി നടത്തുന്ന ആളുകൾ, അവരുടെ വാക്കും അവരുടെ പ്രവൃത്തിയും അവരുടെ സംസാരങ്ങളും അവരുടെ ചിന്തകളും അവരുടെ മൗനങ്ങളും അവരുടെ സ്വഭാവ വിശേഷണങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നതായിരിക്കണം. അവരാകട്ടെ സ്വയം ശുദ്ധിയുള്ളവരുമായിരിക്കണം. ഇവരാണ് സ്വാലിഹീങ്ങൾ എന്ന് പറയുന്ന വാക്കിന്റെ ഉടമക്കാർ. അതുകൊണ്ടാണ് അല്ലാഹു തആല സ്വാലിഹീൻ എന്ന് ഉപയോഗിച്ചത്. കാരണം ഇൽമുണ്ടായതുകൊണ്ട് മാത്രം സ്വലാഹിയത്ത് ഉണ്ടാവുകയില്ല. ഇൽമുണ്ടായതുകൊണ്ട് മാത്രം സ്വലാഹിയത്ത് ഉണ്ടാവുകയില്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവുമാണ്, ആലിമീങ്ങളായിട്ടുള്ള എത്ര ആളുകളാണ്, പഠിച്ച് പണ്ഡിതന്മാരായി പുറത്തിറങ്ങിയ എത്ര ആളുകളാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ, ജനങ്ങളെ പറ്റിക്കുന്നവർ. എത്ര കാര്യങ്ങളാണ്. പക്ഷെ നല്ലവരുണ്ട്, നല്ല ആലിമീങ്ങളുണ്ട്, നല്ലവരില്ല എന്നല്ല. പക്ഷെ ആലിമീങ്ങൾ എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് സ്വലാഹിയത്തുള്ളവർ വളരെ കുറഞ്ഞ ആളുകളാണ് മാത്രമാണ് ഉള്ളത്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് സ്വലാഹിയത്തുള്ളവരുള്ളത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. ഈ സ്വലാഹിയത്തുള്ളവർക്ക് മാത്രമാണ്, അവരെ മാത്രമാണ് നമുക്ക് പിൻപറ്റാൻ അനുവാദമുള്ളൂ. അവരെ മാത്രമാണ് പിൻപറ്റിയത് കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് എത്തുകയുള്ളൂ. ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ഈ പരിശുദ്ധ ദീനിനെ വച്ചിട്ടുള്ളത്. പരിശുദ്ധ ദീനിന്റെ ദൗത്യം നിർവഹിക്കേണ്ടത് അവരാണ്. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പദവികൾ നാം പറഞ്ഞുവല്ലോ, വ്യത്യസ്തരായ പദവികൾ അവർക്കുണ്ട്. ഈ പദവികളെ കുറിച്ച് നമുക്ക് ചുരുങ്ങിയ രീതിയിലെങ്കിലും നമുക്ക് മനസ്സിലാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേകമായ സിസ്റ്റം ഇന്നും അത് നിലനിൽക്കുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എമ്പാടും ലോകത്ത് ഉണ്ട്. അവരിലൂടെയാണ് ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇനി മറ്റൊരു വിഷയത്തിലേക്കാണ് നാം കടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് എന്ന് പറയുന്ന മഹത്തായ ഒരു പദവിയാണ് അമ്പിയാക്കന്മാർക്ക് കൊടുത്തതെങ്കിൽ വിലായത്ത് എന്ന പദവിയാണ് ഔലിയാക്കന്മാർക്ക് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. നുബുവത്ത് കൊണ്ടാണ് അമ്പിയാക്കന്മാരെ അള്ളാഹു അനുഗ്രഹിച്ചതെങ്കിൽ വിലായത്ത് കൊണ്ടാണ് അള്ളാഹു ഔലിയാക്കന്മാരെ അനുഗ്രഹിച്ചിട്ടുള്ളത്. ഇത് രണ്ടും രണ്ട് തരത്തിലാണ് അള്ളാഹു തആല ലോകത്തേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സയ്യിദുനാ ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിലുള്ള ആ ചരിത്രം ഖുർആൻ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. ഔലിയാഇന്റെ നേതാവായി കൊണ്ട് പരിചയപ്പെടുത്തുന്നത് സയ്യിദുൽ ഖൗം ബല്യബൻ മൽക്കാൻ അബുൽ അബ്ബാസ് ഖിളിർ അലൈഹിസ്സലാം. ഖിളിർ എന്നോ പറയാം. ഖിളിർ അലൈഹിസ്സലാമാണ് ഔലിയാഇന്റെ നേതാവ്. ആ ഖൗമിന്റെ നേതൃസ്ഥാനം ഖിളിർ അലൈഹിസ്സലാമിനാണുള്ളത്. ഈ ഖിളിർ അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിലുള്ള ചരിത്രം പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. ആ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കുവാനുണ്ട്, ഒരുപാട് മനസ്സിലാക്കുവാനുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് ഔലിയാക്കന്മാരെ തിരിച്ചറിയാനും അവരെ പിൻപറ്റാനും സാധ്യമാവുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്. കാരണം അംബിയായിനെ അള്ളാഹു കൊണ്ടുവന്ന ആ സ്കെച്ചിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു രീതിയിലാണ് അള്ളാഹു തആല ഔലിയായിനെ കൊണ്ടുവരുന്നത്. അവരുടെ സ്വഭാവ വിശേഷണങ്ങളിൽ, പ്രത്യക്ഷത്തിൽ ചില മാറ്റങ്ങൾ അവരിൽ ഉണ്ടാകും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനു ഇസ്രായേൽക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഫിർഔനെ ചെങ്കടലിൽ മുക്കിക്കൊന്ന് അങ്ങനെ ബനു ഇസ്രായേൽ രക്ഷിക്കപ്പെട്ടിട്ടുള്ള ആ ചരിത്രമാണ്. അവിടുന്ന് ഒരാൾ ചോദിക്കുന്നു, മൂസാ നബിയെ, ഇന്ന് ഈ ലോകത്ത് മൻ അലമു മിൻക യാ മൂസ അലൈഹിസ്സലാം, യാ നബി അല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബിയെ, അങ്ങയേക്കാൾ അറിവുള്ള വല്ലവരും ഇന്ന് ഈ ലോകത്തുണ്ടോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരാൾ ചോദിക്കുകയാണ്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല ഇല്ല. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഉൽ അസ്മിൽപ്പെട്ട ആളാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന വഹി അറിയിക്കപ്പെടുന്ന ആളാണ്. ഇനി മറ്റൊരാൾ, ഇതിനേക്കാൾ വലിയൊരാൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകൽ എന്തായാലും ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞുപോയി. ഉടനെ അള്ളാഹുവിന്റെ വിളിയാളം വന്നു, അല്ല മൂസാ, അബ്ദുനാ ഖളിർ, നമ്മുടെ അബ്ദായിട്ടുള്ള ഖളിർ അലൈഹിസ്സലാം ഉണ്ട്. അത്തൈനാഹു മിൻ ലദുന്നാ ഇൽമാ, നാം അവർക്ക് നമ്മിൽ നിന്നുള്ള ഇൽമിനെ ഓശാരമാക്കി കൊടുത്തിട്ടുണ്ട്, അവരാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയിപ്പ് കൊടുക്കുകയാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ അറിയിപ്പ് കിട്ടിയപ്പോൾ നിഷ്കളങ്കരായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ വിശാലമായ ചരിത്രമാണ്, ഞാൻ ചുരുക്കി പറയുകയാ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ, വെള്ളിയാഴ്ച ഓതൽ സുന്നത്തായ സൂറത്തുൽ കഹ്ഫിലൂടെ വളരെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു തആല തന്നെ ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു മിൻ ലദുന്നാ ഇൽമാ, ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ. അള്ളാഹു തആല അങ്ങനെയാണ് അവിടെ ഉദ്ധരിക്കുന്നത്. ആതൈനാഹു മിൻ ലദുന്നാ ഇൽമാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂശഅ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂട്ടി ബഹുമാനപ്പെട്ട ഖളിർ അലൈഹിസ്സലാമിനെ കാണാൻ പോവുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അറിവ് കൊടുത്തൊരു മഹാൻ ലോകത്തുണ്ടെന്ന് കേട്ടപ്പോൾ അവരെ പോയി കാണണമെന്നുള്ള ആഗ്രഹം മൂസാ നബിക്കുണ്ടായി. ഔ അംലിയ ഹുഖുബാ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാ, ഈ യുഗയുഗാന്തരങ്ങളോളം നടന്നിട്ടാണെങ്കിലും യുഗയുഗാന്തരങ്ങളോളം സഞ്ചരിച്ചിട്ടാണെങ്കിലും ശരി, എന്റെ കാലം തീർന്നാലും ഞാൻ മരിച്ചാലും യുഗയുഗാന്തരങ്ങൾ കഴിഞ്ഞാലും അദ്ദേഹത്തെ കണ്ടിട്ടല്ലാതെ ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര തുടങ്ങുന്നത്. എത്രയോ കാതങ്ങളോളം സഞ്ചരിച്ചു, എത്രയോ കിലോമീറ്ററോളം സഞ്ചരിച്ചു. ഫലമ്മാ ബലഗ മജ്മഅൽ ബഹ്റൈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖളിർ അലൈഹിസ്സലാം എവിടെയാണ് ഉണ്ടാവുക എന്നുള്ള ആ അടയാളങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ അവിടെ എത്തി. യൂശുഅ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകട്ടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ചുട്ട മത്സ്യം, എവിടെ വെച്ചാണോ ചുട്ട മത്സ്യം ജീവൻ വച്ച് കടലിലേക്ക് പാഞ്ഞു പോകുന്നത്, അവിടെയായിരിക്കും ഖളിർ അലൈഹി സ്വലാമിനെ കാണുക എന്ന് അല്ലാഹു തആല മുൻപ് അറിയിച്ചു കൊടുത്തിരുന്നു. എല്ലാം ഖുർആന്റെ ആയത്താണ്, ഞാൻ ചുരുക്കി പറയുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്ന് ക്ഷീണിച്ച്, ഒരുപാട് നടന്നിട്ടല്ലേ, ക്ഷീണിച്ച കാതങ്ങളോളം ഒരുപാട് കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് മൈലുകളോളം താണ്ടിയിട്ടാണ് ഒരു പാറപ്പുറത്ത് വിശ്രമിക്കുന്ന സമയത്താണ് ഈ മത്സ്യം, ചുട്ട മത്സ്യം ജീവൻ വെച്ച് ചാടി കടലിലൂടെ സഞ്ചരിച്ചു പോയി. യൂശുവ നബി വിചാരിച്ചു മൂസാ നബി എഴുന്നേറ്റിട്ട് പറയാന്ന് വിചാരിച്ചു, ഉറക്കത്തിന് ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി. മൂസാ നബി ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് യൂശുവ നബി ഇത് പറയാൻ മറന്നുപോയി. പിന്നെയും സഞ്ചരിച്ച് കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഭക്ഷണം എവിടെ? ചുട്ട മത്സ്യാണല്ലോ, അതെവിടെ? ക്ഷീണിച്ചല്ലോ, എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ? അപ്പോഴാണ് യൂശുവ നബി ഓർത്തത്, അല്ലാ, അത് മറന്നുപോയി, അത് പോയല്ലോ, അത് ജീവൻ വച്ച് ഇറങ്ങിപ്പോയല്ലോ. ഒമാ അൻസാനിഹു ഇല്ല ശൈത്വാനു അൻ അദ്കുറഹു വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബാ. ഖുർആൻ വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ്, അത് മറന്നുപോയല്ലോ, എന്നെ ശൈത്താൻ ഉറപ്പിച്ചതായിരിക്കും. അങ്ങനെ ആ സ്ഥലത്തേക്ക് പിന്നെയും അവർ തിരിച്ചു പോവുകയാണ്. അവിടെ ചെന്നിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു. അല്ലാഹു തആല അങ്ങനെയാണ് പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിക്കണം, എന്തൊരു വലിയ പ്രവാചകനാ. അങ്ങനെ ഖളിർ അലൈഹി സ്വലാമിനെ ചെന്ന് കാണാൻ വേണ്ടി ചെല്ലുന്നു. അവിടെ ചെന്നപ്പോ ഒരാൾ തലയിങ്ങനെ താഴ്ത്തി, അവിടെ കടൽ തീരത്ത് ഒരാൾ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെല്ലുന്നു, സലാം പറയുന്നു. വലൈക്കും സലാം യാ മൂസ വ അന്നാ ബിഅർദിക സലാം. ഇതേതാ ഇവിടെ ഒരു സലാം? എവിടെ നിന്നാണ് ഇവർ വരുന്നത്? ഇതേതാണ് ഇവിടെ സലാം പറയാൻ? ഇവിടെ ആരാണ്? മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങ്
എന്നെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ഓ മൂസ എന്ന് വിളിച്ചപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞത്? അപ്പോൾ ഖദർ ഇസ്ലാം പറഞ്ഞു, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? അവൻ തന്നെയാണ് എനിക്ക് നിങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ കൂടട്ടെ. മിമ്മാ ഉല്ലിംത റുഷ്ദാ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ആ ഉന്നതമായ അറിവിൽ നിന്ന് നിങ്ങൾ എനിക്ക് അല്പം പഠിപ്പിച്ചു തരുമോ? ഞാൻ നിങ്ങളുടെ കൂടെ കൂടട്ടെ എന്നാണ് മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാം ഖദർ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചത്. ബഹുമാനപ്പെട്ട ഖദർ അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞത്? ലൻ തസ്തതിയ മഇയ സുബ്റാ, എന്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്താ കാരണം? ഞാൻ നിലനിൽക്കുന്നത് ഒരു ഇൽമിന, അന അല ഇൽമിൻ ലാ തഅലമുഹു അൻത വ അൻത അല ഇൽമിൻ ലാ അഅലമുഹു അനാ. സ്വഹീഹുൽ ബുഖാരി വരെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്രം പറയുകയാണ്. ഓ മൂസാ നബിയെ, അങ്ങേക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അറിവ് എനിക്കറിയില്ല. ഞാൻ ആ ഒരു അറിവിന്റെ മേലല്ല നിലകൊള്ളുന്നത്. എനിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അറിവാണെങ്കിലോ അങ്ങേക്കും അറിയില്ല, അങ്ങ് ആ ഒരു രീതിയിലല്ല നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ലൻ തസ്തതിയ മഇ സുബ്റ, താങ്കൾക്ക് എന്നോടൊപ്പം ക്ഷമിച്ചു നിൽക്കാൻ സാധ്യമല്ല. ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഖദർ അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പറഞ്ഞത് ഇതാണ്, താങ്കൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അറിവ്, ആ അറിവ് എനിക്കില്ല. എൻ്റെ ഒരു സ്റ്റേജ് അതല്ല. താങ്കൾക്ക് നൽകിയ അറിവ് താങ്കൾക്കേ അറിയുള്ളൂ. അപ്പൊ താങ്കൾ ആ അറിവ് അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ഹക്കാണ്. അള്ളാഹു താങ്കൾക്ക് നൽകിയ അറിവാണ്. താങ്കൾ ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. താങ്കൾ പ്രവാചകനാണ്. പ്രവാചകന്മാർക്ക് നൽകുന്ന ആ അറിവ് അങ്ങനെയാണ്. ഞാനാകട്ടെ എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അറിവ് താങ്കൾക്കുമില്ല. ഞാൻ എൻ്റെ അറിവനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. രണ്ടും ശരിയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ രണ്ടും തമ്മിൽ വിരുദ്ധമാണെന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് താങ്കൾ ക്ഷമിക്കാൻ കഴിയില്ല. ഇതാണ് ഖദർ അലൈഹി സ്വലാം മൂസാ നബിയോട് പറഞ്ഞത്, അലൈഹി സ്വലാത്തു വസ്സലാമോട് പറഞ്ഞത്. ഖുർആൻ പറയുകയാണ്, ലൻ തസ്തതിയ മഇയ സുബ്റ, താങ്കൾക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല. താങ്കൾ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ ചെയ്യുന്നതും ശരിയാണ്. പക്ഷേ താങ്കളുടെ ശരിയായിരിക്കില്ല എന്റെ ശരി, എന്റെ ശരിയായിരിക്കില്ല താങ്കളുടെ ശരി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂസാ നബി പറഞ്ഞു, അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങൾക്ക് എതിര് കാണിക്കില്ല. താങ്കളുടെ പറയുന്നത് മുഴുവൻ അനുസരിച്ച് താങ്കളുടെ കൂടെ യാതൊരു എതിർപ്പില്ല, താങ്കളെ കൂടിയേക്കാം. സതജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറൻ വലാ അഅസീ ലക അംറാ. ഖുർആൻ പറയുകയാ, സതജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറാ, ഞാൻ വളരെ ക്ഷമാശീലനായി ഒന്നും മിണ്ടാതെ താങ്കളുടെ കൂടെ കൂടിയേക്കാം. വലൻ അഅസീ ലക അംറാ, താങ്കളുടെ ഒരു കൽപ്പനക്കും ഞാൻ എതിര് ചെയ്യൂല, ഞാൻ ഒന്നും എതിര് ചെയ്യൂല. താങ്കൾ പറഞ്ഞത് കേട്ട് കൂടിക്കോളാം. ആര് പറഞ്ഞു? മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാം പറഞ്ഞു. ആരോട് പറഞ്ഞു? ഖദർ അലൈഹി സ്വലാമിനോട് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കൂ, രണ്ടും അല്ലാഹുവിന്റെ ആളുകളാണ്. ഒന്ന് അല്ലാഹുവിന്റെ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാം. ഖദർ അലൈഹി സ്വലാം ആകട്ടെ മറ്റൊരു തരത്തിൽ അല്ലാഹുവിന്റെ ഇൽമിൽ നിറക്കപ്പെട്ട പ്രവാചകനാണോ വലിയാണോ എന്നതിൽ തർക്കമുണ്ട്, എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തോ ആവട്ടെ, നബിയാണെന്നും വലിയാണെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും അവർ ഔലിയാന്റെ നേതാവാണ്. അവിടെയാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഗൗസുല്ല തങ്ങളെ പറ്റി നമ്മൾ പാടിയില്ലേ, ഏറിയ കൂറും ഖിളറെ കാണുന്നോവർ, അവരുടെ അറിവും നിലയും നിറഞ്ഞോവർ. ഏറിയ കൂറും ഖിളറെ കാണുന്നോവർ, അവരുടെ ഇൽമും അവരുടെ നിലയും അറിവും നിറഞ്ഞോവർ. കണ്ടോ, ഖദർ അലൈഹി സ്വലാമിനെ ഗൗസുൽ തങ്ങൾ പാപ്പ എപ്പോഴും കാണാറുണ്ടായിരുന്നു. ഗൗസുൽ തങ്ങൾ പാപ്പ ഖദർ അലൈഹി സ്വലാമിന്റെ ആ അറിവും നിലയും നിറഞ്ഞവരാണ്. ഗൗസുൽ തങ്ങൾ മാത്രമല്ല, ഔലിയാക്കന്മാരെ മുഴുവനും ഒരു വലിയുണ്ടെങ്കിൽ ഖദർ അലൈഹി സ്വലാം അവരെ കാണാതിരിക്കൂല. ഖദർ അലൈഹി സ്വലാം അവരുടെ സീതാണ്. ഖദർ അലൈഹി സ്വലാമിന്റെ റൂട്ടിലാണ് ഔലിയാക്കന്മാർ വഴുന്നത്. ഖദർ അലൈഹി സ്വലാമിന് അല്ലാഹു തആല അതുകൊണ്ടാണ് എപ്പോഴും ഭൂമിലോകത്തോട് ജീവിച്ചിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവരെ കാണും. അവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെയും കാണും. അവർക്ക് ഡ്യൂട്ടി ഉണ്ട്. അവരെ കാണുന്നവരെ കാണുള്ളൂ, കണ്ടുമുട്ടുള്ളൂ, അല്ലാത്തവർക്ക് കണ്ടുമുട്ടാൻ കഴിയില്ല. അപ്പോ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം ഔലിയാഇന്റെ നേതാവാണ്. അവരുടെ അവസ്ഥയും
ഹാലും അവരുടെ ഇൽമെല്ലാം ഔലിയാന്റെ ഭാഗത്തു കൂടെയാണ്. ഔലിയാന്റെ ഭാഗം അങ്ങനെയാണ് പോകുന്നത്. മൂസാ നബി അലൈഹി സ്വലത്തു വസ്സലാം ആവട്ടെ അംബിയ ആണ്. അവരുടെ ഇൽമ് പോകുന്നത് നുബുവത്തിന്റെ ഭാഗത്തിലൂടെ, അത് വേറെ രീതിയിലാണ് പോകുന്നത്. രണ്ടും അല്ലാഹുവിൽ നിന്ന് വരുന്നതാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹുവിന്റെ പ്രത്യേകമായ സിഫത്തുകളാ അവ്വലും ആഖിറും ലാഹിറും ബാത്തിനും. ഈ 4 സിഫത്തുകൾ വളരെ വിശദീകരിച്ചുകൊണ്ട് പറയേണ്ട കാര്യമാണ്. ഇതിൽ 2 എണ്ണമാണ് നുബുവത്ത്. അവ്വൽ എന്ന് പറഞ്ഞാൽ ആദ്യം, ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനം. ലാഹിർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായവൻ, ബാത്തിൻ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായവൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവ്വലുമാണ് ആഖിറുമാണ്. ആദ്യത്തവനും അവസാനത്തവനും അവൻ തന്നെയാണ്. തുടക്കമില്ലാത്തവനും ഒടുക്കമില്ലാത്തവനും അവനാണ്. പ്രത്യക്ഷനും പരോക്ഷനും അവൻ തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ആ 2 സിഫത്തുകളും 2 രീതിയിലാണ്. ആദ്യത്തവൻ, ഏറ്റവും ആദ്യത്തത് എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്തവൻ, ആദ്യമായിട്ടുള്ളവൻ, അവ്വലായവൻ. ആഖിർ അവസാനമായവനും. തുടക്കവും ഒടുക്കവും അവൻ തന്നെയാണ്. തുടക്കവും ഒടുക്കവും അവൻ തന്നെയാണ്. പ്രത്യക്ഷവും പരോക്ഷവും അവൻ തന്നെയാണ്. ഈ സിഫത്തുകളുടെ വ്യത്യാസം തുടക്കവും ഒടുക്കവും, പ്രത്യക്ഷവും പരോക്ഷവും. ഇപ്രകാരം തന്നെയാണ് നുബുവത്തും വിലായത്തും. നുബുവത്തും വിലായത്തും ഒന്ന് പ്രത്യക്ഷമാണ്, ഒന്ന് പരോക്ഷമാണ്. ഒന്ന് വെളിവായതാണ്, മറ്റൊന്ന് ഒളിവായതാണ്. വെളിവും ഒളിവും പോലെ, ലാഹിറും ബാത്തിനും പോലെ. ഒന്ന് ലാഹിറാണെങ്കിൽ മറ്റത് ബാത്തിനാണ്. രണ്ടും അല്ലാഹുവിന്റെ സിഫത്തുകളാണ്, രണ്ടും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. പക്ഷെ ഒന്ന് ലാഹിറാണ്, ഒന്ന് ബാത്തിനാണ്. ഇപ്രകാരം തന്നെയാണ് അംബിയായിനെയും ഔലിയായിനെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്രകാരമാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട ഖദർ അലൈഹി സ്വലാമിനോട് പറയുന്നു, വലൻ അസ്വില കംറ, ഞാൻ ഒരു കൽപ്പനക്കും എതിര് പ്രവർത്തിക്കുകയില്ല, ഞാൻ എല്ലാം അനുസരിച്ച് നിന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂടി. എന്നിട്ട് എന്താ സംഭവിച്ചത്? അങ്ങനെ നടന്നു പോവുമായിരുന്നു. നടന്നു പോണ സമയത്ത് കുറെ ദൂരം നടന്നപ്പോ ഒരു കപ്പൽ പോകുന്നത് കണ്ടു. ആ കപ്പല് അവര് കൈ കാണിച്ചു. കപ്പൽ കയറാൻ വേണ്ടിയിട്ട് അനുവാദം കിട്ടി. അങ്ങനെ കപ്പലിൽ കയറിയപ്പോൾ അൽഹംദുലില്ലാഹ്, കപ്പലിൽ കയറി യാത്ര ചെയ്യാൻ വേണ്ടി കയറി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖദർ അലൈഹിസ്സലാം എന്ത് ചെയ്തു എന്നറിയോ? കപ്പലിന്റെ ഒരു മൂലയിൽ, ഒരു സൈഡിൽ പോയിട്ട് കപ്പലിന്റെ ഒരു പലക പതിയെ ആ പലക ഒരെണ്ണം എന്ത് ചെയ്തു? അടർത്തി പൊളിച്ച് അവിടെ ഒരു ഓട്ടയാക്കാൻ തിരിയുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മൂസാ നബി അലൈഹി സ്വലം കണ്ടു. മൂസാ നബിക്ക് ഇത് മനസ്സിലായില്ല. മൂസാ നബി ചോദിച്ചു, നമ്മെ സഹായിച്ച് നമ്മെ കപ്പലിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരാളുകൾ, നമ്മൾ അവരുടെ കപ്പലിന്റെ ഒരു അഗ്രം ഓട്ടയാക്കി അതിനെ കേടാക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയല്ലല്ലോ. മൂസാ നബിക്ക് സഹിച്ചില്ല. മൂസാ നബി ചോദിച്ചു പോയി, എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? ഇതെന്ത് പരിപാടിയാണിത്? ഇത് ശരിയല്ലല്ലോ എന്ന് ചോദിച്ചു പോയി. ഖദർ അലൈഹിസ്സലാം ഉടനെ പറഞ്ഞു, അലം അഖുൽ ഇന്നക ലൻ തസ്തതിഅ മഇ സബ്റാ. അല്ലാഹുവിന്റെ ഖുർആനല്ലേ ഇത്? ഞാൻ പറഞ്ഞില്ലേ താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന്? താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? കാരണം ഞാൻ ചെയ്യുന്നത് അള്ളാഹു എന്നുള്ള വേറൊരു ഇൽമ അനുസരിച്ചാ. താങ്കളാകട്ടെ ആ ഇൽമ ലഭിച്ചിട്ടുമില്ല. താങ്കൾക്ക് തെറ്റായിട്ടാ തോന്നുക. അപ്പൊ താങ്കൾ ഇത് എതിർക്കും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഉടനെ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറന്നുപോയേക്കാം. ഉടനെ പറഞ്ഞു, ലാ തുആഖിദ്നി ബിമാ നസീതു വലാ തുർഹിഖ്നി മിൻ അംരി ഉസ്റാ. ഇതെല്ലാം ഖുർആനാണ്. ഞാൻ മറന്നുപോയതാ. ഇത്ര ഗൗരവക്കാരനാവല്ലേ, ഇത്ര കടുപ്പത്തിലാവല്ലേ, മറന്നുപോയത്, ഒന്ന് പുറത്താട്ടെ, ഒന്ന് മാപ്പ് താട്ടെ, ഞാൻ ഇനി ആവർത്തിക്കില്ല എന്ന രീതിയിൽ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഖദർ ഇസ്ലാം പിന്നെ ഒന്നും പറഞ്ഞില്ല, കൂടെ കൂട്ടി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴല്ലേ ഒരു കുരുവി, അടക്കാക്കിളി എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു കുരുവി വന്നിട്ട് കടലിൽ പോയിട്ട് ഇങ്ങനെ ഒരു കൊത്തിയിട്ട് ആ കപ്പലിന്റെ സൈഡിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ തുപ്പിയപ്പോൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഖദർ അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, എന്താണ് ആ കുരുവി പറഞ്ഞെന്ന് മനസ്സിലായോ മൂസാ നബിയെ? മൂസാ നബി പറഞ്ഞു, ഇല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് ഈ കടലോളമാണെന്ന് നാം ചിന്തിച്ചാൽ, എന്നാൽ കടലോളമല്ല, ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഈ കടലോളം അറ്റമില്ലാത്തതാണെന്ന് മനസ്സിലാക്കുമ്പോൾ, അറ്റമില്ലാത്ത കടല് പോലെ, അറ്റം കാണാത്ത കടല് പോലെ, കരയില്ലാത്ത കടല് പോലെ വിശാലമായ ഇൽമാണ് അള്ളാഹുവിന്റെ ഇൽമെന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ കുരുവി കൊത്തിയെടുത്തത് എന്താണ്? അതിന്റെ ആപേക്ഷികത ഒന്ന് ചിന്തിക്കുമ്പോൾ എത്രമാത്രം നിസ്സാരമായ ഒരു തുള്ളി മാത്രമാണ് കുരുവി കൊത്തിയെടുത്തത്. ഈ ഒരു തുള്ളിയാണ് ലോകത്താകമാനം മനുഷ്യർക്കും നൽകപ്പെട്ടിട്ടുള്ള ഇൽമ്. ഈ ഒരു തുള്ളി മാത്രമാണ് മൂസാ നബിയെ. ഇതാണ് ആ കുരുവി പറഞ്ഞത്. അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്ന ഇൽമിൽ നിന്ന് അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ലോകത്താകമാനമുള്ള സർവ്വ മനുഷ്യർക്കും, സർവരിലേക്കും, സർവ്വ അമ്പിയായിനും സർവ്വ ഔലിയായിനും സർവരിലേക്കും ചൊരിഞ്ഞു കൊടുക്കപ്പെട്ട ഇൽമ് ഈ ഒരു കുരുവി എത്രമാത്രം കൊത്തിയിട്ടെടുത്തിട്ടുണ്ട്? അത്ര മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആപേക്ഷികത ഇല്ല എന്നർത്ഥം. ആപേക്ഷികമായിട്ട് പറയാൻ കഴിയില്ല എന്നർത്ഥം. അതൊരു ഉദാഹരണം മാത്രമാണ്. അല്ലെങ്കിൽ ശരിക്കും അങ്ങനെയും പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഇൽമിന് അറ്റമില്ല. അള്ളാഹുവിന്റെ ഇൽമ് അറ്റമില്ലാത്ത ഇൽമാണ്, അനന്തമായ ഇൽമാണ്. അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യന് എന്ത് ഇൽമാ ഉള്ളത്? ഒമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ വളരെ തുച്ഛമായതല്ലാതെ നിങ്ങൾക്ക് ഇൽമിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് വലിയ അറിവുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? അഹങ്കരിച്ചു പോകരുത്. അറിവുള്ളവർ ആരാണെന്ന് ചോദിക്കുമ്പോ ഞാനാണ്, അല്ലെങ്കിൽ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞില്ലേ മൂസാ നബി? അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. അറിവാർക്കും ഇല്ല. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവാണ് അറിയുന്നവൻ, നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് മൂസാ നബി അലൈഹി സ്വല്ലത്തു വസ്സലാം പിന്നീട് അങ്ങോട്ടുള്ള ചരിത്രങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കണം. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.